ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ GSTR 3B ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. GSTR 3Bയിലെ 3 ടേബിൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ? 3 ടേബിൾസ് എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു? സോ എല്ലാവർക്കും 3 ടേബിൾസ് ഓക്കെ ആയിരുന്നു? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4-മത്തെ ടേബിൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആയിരുന്നില്ല? അന്ന് 3 ടേബിൾസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഓക്കെ, ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും GST സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? നമ്മൾ ജനുവരി മാസത്തെ GSTR 3B ആയിരുന്നു ഫയൽ ചെയ്യുന്നത് പറഞ്ഞത്. സോ നമുക്ക് GSTR 3B ഓപ്പൺ ചെയ്യാം. GSTR 3B 6 ടേബിൾസിൽ 3 ടേബിൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും ഓക്കെ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 4-മത്തെ ടേബിൾ ആയിട്ടുള്ള എലിജിബിൾ ITC എന്താണ്? നമ്മുടെ ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ്, അല്ലെ? ഇൻപുട്ട് ടാക്സ് ഒക്കെ വരുന്ന ടേബിൾ ആണ് 4-മത്തെ ടേബിൾ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. നമുക്ക് 4-മത്തെ ടേബിൾ ഓപ്പൺ ചെയ്യാം, അല്ലെ? ഓക്കെ, ഞാൻ 4-മത്തെ ടേബിൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എലിജിബിൾ ITC എന്ന ടേബിൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇതൊക്കെ നമ്മുടെ നമുക്ക് അവൈൽ ചെയ്യാനുള്ള ITC ഇൻപുട്ട് ടാക്സ് വരുന്ന ടേബിൾസ് ആണ് ഇതൊക്കെ. സോ നമുക്കിവിടെ കാണാം, ഒന്നാമത്തെ കാണാം എ പാർട്ട് കാണാം ഐ ടി സി അവൈലബിൾ കാണാം. ITC റിവേഴ്സ്ഡ് കാണാം. നെറ്റ് ITC അതർ ഡീറ്റെയിൽസ്, ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് 4-മത്തെ ടേബിളിനകത്തുള്ളത്. സോ നമുക്ക് 4 ടേബിൾസ് 4 പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, GSTR 3Bയിലെ 4-മത്തെ ടേബിളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ പാർട്ട് എന്താണ്? ഐ ടി സി അവൈലബിൾ. നമുക്കറിയാം, ആ, നമ്മുടെ GSTR 2A 2B ഒക്കെ ഉണ്ടല്ലേ? 2A 2Bയിൽ നിന്നും ഇൻപുട്ട് ടാക്സ് ഓട്ടോമാറ്റിക്കലി വരുന്നത് എവിടേക്കാണ്? GSTR 3Bക്കകത്താണ് പറഞ്ഞു. GSTR 3Bക്കകത്ത് 4-മത്തെ ടേബിൾ ആയിട്ടുള്ള എലിജിബിൾ ITC എന്ന ഈ ടേബിളിനകത്തോട്ടാണ് 2A 2Bയിൽ നിന്നൊക്കെ ഇൻപുട്ട് ടാക്സ് ഓട്ടോമാറ്റിക്കലി വരിക. സോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ ടൈപ്പ് ഇൻപുട്ട് ഏതൊക്കെ ടേബിളിൽ വരും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ കാണാം ഒന്നാമത്തെ പാർട്ട് ITC അവൈലബിൾ. എന്താ ITC അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൈലബിൾ ആയിട്ടുള്ള ITC ആണ് പറയുന്നത്. അതിൽ കാണാം എത്ര റോ ഉണ്ട്? 1 2 3 4 5 5 റോ നമുക്ക് ഈ പാർട്ടിനകത്ത് കാണാം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെ? സോ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കാണാം ഒന്നാമത്തെ എന്താണ്? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. എന്താണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്? നമുക്കറിയാം, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കസ്റ്റംസ് വഴിയായിരിക്കും ഗുഡ്സ് വരിക. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റംസ് ഓഫീസിൽ പോകും, അല്ലേ? കസ്റ്റംസ് ഓഫീസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റംസ് ഓഫീസിൽ പോയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂ കൊടുക്കും, അല്ലെ? കസ്റ്റംസ് ഓഫീസിന് ഗുഡ്സിന്റെ വാല്യൂ കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? കസ്റ്റം ഡ്യൂട്ടി കൊടുക്കും. ഇതിന്റെ ഒക്കെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? GST കസ്റ്റം ഓഫീസർക്ക് അവിടെ കൊടുക്കും, അല്ലെ? GST കൊടുക്കും. ആ GST കൊടുക്കണ നമുക്ക് എന്താണ്? ഇൻപുട്ട് ടാക്സ് അല്ലേ? അത് ക്ലെയിം ചെയ്യണ്ടേ? അത് ക്ലെയിം ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ ഈ റോ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ടാക്സ് ഉണ്ടല്ലോ, GST, അതെന്ത് ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ അല്ലേ? നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, നമ്മൾ മൊബൈൽ ഫോൺ ഇമ്പോർട്ട് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? കസ്റ്റംസിന് അവിടെ കസ്റ്റം ഡ്യൂട്ടി GST ഒക്കെ കൊടുത്തു. ആ GST കൊടുത്തത് എന്ത് ചെയ്യും? ഇവിടെ ITC ക്ലെയിം ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. അതെങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നത്? നമ്മുടെ കസ്റ്റംസ് അവർ കാണിക്കും. നമ്മുടെ 2A 2Bയിൽ വന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ അല്ലേ?
സർ, ഇമ്പോർട്ടിൽ കസ്റ്റം ഡ്യൂട്ടി പ്ലസ് GST ഉണ്ട്. അതായത് നമ്മൾ കസ്റ്റം ഡ്യൂട്ടി ഉള്ള എമൗണ്ട് ഉണ്ടാവില്ലേ, അതിന്റെ ഒക്കെ പുറത്താണ് എന്ത് ചെയ്യുക, GST റേറ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ അല്ലേ? ആ GST എത്രയാണോ ആ എമൗണ്ട് ആണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ? സോ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് പറഞ്ഞു. രണ്ടാമത്തെ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ് വരുന്നത്, സർവീസസ്. ക്ലിയർ അല്ലേ? ഇമ്പോർട്ട് ഓഫ് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ സർവീസ് ചെയ്യുന്നുണ്ടോ? മീൻസ് നമ്മൾ കസ്റ്റം ഓഫീസിൽ പോയി കസ്റ്റം ഡ്യൂട്ടി GST ഒക്കെ അടക്കുന്നുണ്ടോ? ഇല്ല. സപ്ലയർ എവിടെയാണ്? ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കും അല്ലെ? നമ്മൾ എന്തെങ്കിലും സർവീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇവിടെ വന്ന് കാണിക്കണം. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞിരുന്നു GSTR 3B. GSTR 3Bയിലെ ഒന്നാമത്തെ ടേബിളിനകത്ത് നാലാമത്തെ റോ ഓർമ്മയുണ്ടോ? RCM ലാബിലിറ്റി കാണിക്കാനുള്ള റോ ആയിരുന്നു GSTR 3Bക്ക് അകത്ത് ഒന്നാമത്തെ ടേബിളിൽ നാലാമത്തെ റോ. RCM ലാബിലിറ്റി കാണിക്കാനുള്ള റോ ആയിരുന്നു അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒന്നാമത്തെ ടേബിളിൽ നാലാമത്തെ റോയിൽ പോയി കാണിക്കണം. അവിടെ കാണിച്ച സെയിം എന്ത് ചെയ്യുക? ഇൻപുട്ട് നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും കാണിക്കുക, അത് ഇവിടെയും കാണിക്കുക. ക്ലിയർ അല്ലേ? ഇമ്പോർട്ട് ഓഫ് സർവീസിന്റെ കേസിൽ വരുമ്പോൾ ഇൻപുട്ട് ടാക്സ് കാണിക്കേണ്ടത് അങ്ങനെയാണ്. ടേബിളിൽ ഒന്നിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ടേബിൾ ഒന്നാമത്തതിൽ നാലാമത്തെ റോ RCM കാണിക്കാനുള്ളതാണ്. നമ്മൾ അവിടെ കാണിച്ച സെയിം എമൗണ്ട് എന്ത് ചെയ്യുക? ഇവിടെ കാണിക്കുക. ഇവിടെ കണ്ടോ? മൂന്നാമത്തേത് ശ്രദ്ധിച്ചോ? ഇൻവാർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ബ്രാക്കറ്റിൽ കാണാം അതർ ദാൻ 1 and 2 above. എന്താ പറയുന്നത്? മുകളിൽ പറഞ്ഞ ഈ 1, 2 ഇതല്ലാത്ത വേറെ RCM കേസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ രണ്ടുമല്ലാത്ത മറ്റെന്തെങ്കിലും RCM നമ്മൾക്ക് ഡയറക്റ്റ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കാണിച്ചു പോവുക. ക്ലിയർ അല്ലേ? ഇത് രണ്ടും അല്ലാത്ത മറ്റെന്തെങ്കിലും RCM ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ടേബിളിനകത്ത് നാലാമത്തെ റോ പറഞ്ഞില്ലേ? അവിടെ കാണിക്കേണ്ടത് ഈ രണ്ടുമാണ്. ക്ലിയർ ആണോ? ഇമ്പോർട്ട് ഓഫ് സർവീസും ഈ രണ്ടാമത്തതും മൂന്നാമത്തതും നമ്മൾ എവിടെ കാണിച്ചു പോയിട്ടുണ്ടാവും? ഒന്നാമത്തെ ടേബിളിനകത്ത് നാലാമത്തെ റോയിൽ കാണിച്ചു. അതെന്ത് ചെയ്യുക? അതിൽ ഇമ്പോർട്ട് ഓഫ് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. മറ്റെന്തെങ്കിലും RCM നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾക്ക് ലയബിലിറ്റി വരുന്ന ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുക. ക്ലിയർ ആണോ? ക്യാൻ യു പ്രൊവൈഡ് എക്സാമ്പിൾ? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവാർഡ് സപ്ലൈ ലയബിൾ ടു RCM എന്തൊരും? ഇപ്പൊ നമ്മുടെ അഡ്വക്കേറ്റിന്റെ കേസൊക്കെ വരും അല്ലെ? അഡ്വക്കേറ്റ് നമുക്ക് ഒരു അഡ്വക്കേറ്റ് നമുക്ക് എന്ത് ചെയ്തു? ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു അല്ലെ? ഒരു ലീഗൽ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? RCM ത്രൂ ക്യാഷ് അടക്കണം. ക്ലിയർ അല്ലേ? നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ടത്, GST. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കൊടുത്ത GST എമൗണ്ട് എത്രയാണോ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അത് എന്ത് ചെയ്യണം? ഒന്നാമത്തെ ടേബിള് GSTR 3B ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ ടേബിൾ ഓപ്പൺ ചെയ്യുക, നാലാമത്തെ റോ അല്ലെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് RCMന്റെ, അവിടെ കാണിക്കുക. ആ സെയിം എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് ക്ലെയിം ചെയ്യണ്ടേ? ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെയും വന്ന് കാണിക്കുക. ഓക്കെ ആണോ? അതുപോലെ നമ്മൾ സർവീസ് എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ആർക്കിടെക്റ്റിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ RCM ത്രൂ നമ്മളാണ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ പേ ചെയ്ത RCM എത്രയാണോ പേ ചെയ്യുന്നത് അത് ഒന്നാമത്തെ ടേബിളിൽ നാലാമത്തെ റോയിൽ പോയി കാണിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമുക്കത് ഇൻപുട്ട് ക്ലെയിം ചെയ്യണം. അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും വന്ന് കാണിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ആനന്ദ് ഓക്കെ ആണല്ലേ? ക്ലിയർ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഫസ്റ്റത്തെ ഈ 3 കേസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് എന്ത് വരും? RCM ലയബിലിറ്റി വരുന്നതാണ് ഈ 3 കേസ്. ക്ലിയർ അല്ലേ? ഈ 3 കേസ് നമുക്ക് RCM ലയബിലിറ്റി വരും. ഓക്കെ അല്ലേ? ഈ 3 കേസ് ക്ലിയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ കേസ് എന്തെന്ന് നോക്കാം. ക്ലിയർ ആണോ?
നമുക്ക് കാര്യമായിട്ട് നോർമലി വരുന്ന ഇൻപുട്ട് ടാക്സ് ഒക്കെ വരുന്നത് ഇവിടെ കണ്ടോ, ഓൾ അതർ ITC അതിലായിരിക്കും വരിക. ഇതൊക്കെ പ്രത്യേകം കേസസ് ആണ്. ഇതിലൊന്നും വരാത്ത ഏതിൽ വരും? നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ITC ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അഞ്ചാമത്തെ ടാബിളിൽ വരും, ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ അല്ലേ? ഇതൊക്കെ പ്രത്യേകം വരുന്ന കേസാണ്, ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ വരുന്ന കേസ്. ഓക്കെ, ക്ലിയർ. സോ നമുക്ക് നാലാമത്തെ നോക്കാം. ഇവിടെ കാണാം ഇൻവേർഡ് സപ്ലൈ ഫ്രം ISD. എന്താണ് ISD എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ISDന്റെ ഫുൾ ഫോം ആണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എന്താണ്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അതാണ് ISDന്റെ ഫുൾ ഫോം വരുന്നത്. ഞാനിതൊരു എക്സാമ്പിളുമായി പറഞ്ഞു തരാം, പെട്ടെന്ന് മനസ്സിലാവും, ശ്രദ്ധിക്കുക. ഇപ്പോ എനിക്ക് റംഷാദ് എന്ന് എനിക്ക് ഇന്ത്യയില് ഒരുപാട് ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. 3 ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. 3 ബ്രാഞ്ച് ഉണ്ട് എനിക്ക് ഇന്ത്യയിൽ. ഒന്ന് കേരളത്തിനകത്ത്, ഒന്ന് കർണാടകയിലാണ്, ഒന്ന് തമിഴ്നാട്ടിലാണ്. ഈ 3 സ്റ്റേറ്റുകളിലായിട്ട് 3 ബ്രാഞ്ച് ഉണ്ട്. ഹെഡ് ഓഫീസ് എവിടെ വരുന്നത്? ഹെഡ് ഓഫീസ് കേരളത്തിലാണ് വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ ഹെഡ് ഓഫീസ് കേരളത്തിൽ വരും. മറ്റ് 2 സംസ്ഥാനത്ത്, തമിഴ്നാട്ടിൽ കർണാടകയിൽ ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാണ്? ഒരു കോമൺ എക്സ്പെൻസ് വരികയാണ്. ഈ 3 ബ്രാഞ്ചിനും കൂടെ ആയിട്ട് ഒരു കോമൺ എക്സ്പെൻസ് വരികയാണ്. എന്താ വരുന്നത്? ഒരു ഫോർ എക്സാമ്പിൾ ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വരികയാണെന്ന് വിചാരിക്കും. ഒരു പരസ്യം ചെയ്യൽ എക്സ്പെൻസ് വരും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? 3 ബ്രാഞ്ചിനും കൂടെ ഒരുമിച്ച് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? 3 ബ്രാഞ്ചും ഒരുമിച്ച് ക്യാഷ് ഇറക്കി നമ്മൾ എന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് ചെയ്യും അല്ലെ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? സപ്ലയറിന് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യണം? 3 ബ്രാഞ്ചിനും ഒരുമിച്ച് ക്ലെയിം ചെയ്യണ്ടേ? 3 ബ്രാഞ്ചിനും ഒരുമിച്ച് ITC ക്ലെയിം ചെയ്യണം. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസ് ആയിട്ടുള്ള കേരളത്തിലുള്ള ഹെഡ് ഓഫീസ് ഒരു പ്രത്യേക സെപ്പറേറ്റ് എന്ത് ചെയ്യണം? മറ്റൊരു രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. അതിനെയാണ് എന്ത് പറയാ? ISD രജിസ്ട്രേഷൻ അഥവാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രജിസ്ട്രേഷൻ ഉണ്ട്. അത് എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസ് എടുക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെ മറ്റുള്ളവർക്കും ഇൻപുട്ട് ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, മറ്റ് ബ്രാഞ്ചസിന് ഇൻപുട്ട് ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള കേരളത്തിലുള്ള ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുക? ഒരു ISD രജിസ്ട്രേഷൻ എടുക്കുക. ഈ ISD രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ GSTR 6 എന്ന് പറഞ്ഞൊരു ഫോം കാണാൻ പറ്റും. അതിലെന്ത് ചെയ്താൽ മതി? അതിൽ കാണിച്ചു പോയാൽ മതി. എന്ത് ചെയ്യുക? നമ്മുടെ തമിഴ്നാട്ടിലുള്ള ബ്രാഞ്ചിന് ഇത്ര ഇൻപുട്ട് പോട്ടെ, കർണാടകയിലുള്ള ബ്രാഞ്ചിന് ഇത്ര ഇൻപുട്ട് പോട്ടെ, അങ്ങനെ എന്ത് ചെയ്യുക? GSTR 6 കാണിച്ചു പോവാം. അപ്പൊ എന്ത് ചെയ്യും? കർണാടകയിലുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ബ്രാഞ്ചസിന് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവരുടെ ഈ ഒരു റോയില്, ഈ ഒരു ടേബിളിൽ എന്ത് ചെയ്യും? ഈ ഒരു ടേബിളില് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് കയറും. അവരുടെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള കേരളത്തിലുള്ള ഹെഡ് ഓഫീസ് GSTR 6 അത് കാണിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക്കലി മറ്റു ബ്രാഞ്ചസിന്റെ GSTR 3Bക്കൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? ISD എന്താണെന്ന് നോക്കിയാണോ? ഏത് ഫോമാണ് സർ? GSTR 6 ഹെഡ് ഓഫീസ് കാണിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ ഓക്കെ അല്ലേ? ഇവിടെ കാണാം അഞ്ചാമത്തത് ഓൾ അതർ ITC. മറ്റ് ഇതല്ലാത്ത ഈ 4 കേസല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഇവിടെ വരും. ക്ലിയർ ആണോ? കണ്ടോ, നമ്മുടെ ഒരു ക്ലയന്റിന്റെ ആണ് ഇവിടെ ഓൾ അതർ ITC. കണ്ടോ, ഇവിടെ ഒന്നും ITC ഇല്ല, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ടില്ല. കാരണം ഇയാൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കില്ല, അതുകൊണ്ട് ഇത് രണ്ടും വരത്തില്ല. RCM കേസ് ഇയാൾക്കൊന്നും വന്നിട്ടില്ല, ISD ആയിട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുന്നു, സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് കൊടുക്കുന്നു, FCM സാധാ നോർമൽ വഴി കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ സപ്ലയർ 1 ഫയൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് സെയിൽ ചെയ്ത് കാണിക്കും. അത് 2A 2B വഴി ഇവിടെ വന്നു, ഓട്ടോമാറ്റിക്കലി വന്നു. കണ്ടോ? ക്ലിയർ അല്ലേ? ഇവിടെ IGST ഉണ്ട്, CGST, SGST ഇത്രയുള്ള വരുന്ന നോർമൽ, സാധാ നോർമൽ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ വരും, ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ ആണോ? ഒന്നാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു, അത് ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ?
ഒന്നാമത്തെ പാർട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പാർട്ട് എന്താ നോക്കാം. അഞ്ചിൽ നോർമൽ ഡീറ്റെയിൽസ് അല്ല, അതെ, അഞ്ചിൽ നോർമൽ ഡീറ്റെയിൽസ് ആണ് കാണിക്കേണ്ടത്. നമ്മൾ കാണിക്കേണ്ട ഓട്ടോമാറ്റിക്കലി വരും. നമ്മുടെ സപ്ലയർ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ക്ലിയർ? അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ബി പാർട്ട്, ITC റിവേഴ്സ്ഡ്. എന്താണ് ITC റിവേഴ്സ്ഡ്? റിവേഴ്സ്ഡ് പറഞ്ഞാൽ എന്താ? ITC റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ITC റിവേഴ്സ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒന്ന് ക്ലെയിം ചെയ്തു പോയി. അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം ITC ക്ലെയിം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ക്ലെയിം ചെയ്തു പോയാൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ മാസം വന്ന് അത് ഇവിടെ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം ITC ക്ലെയിം ചെയ്ത സമയത്ത് ഇപ്പൊ ഇവിടെ കരുത ഇവിടെ നമ്മൾ ITC കഴിഞ്ഞ മാസം ക്ലെയിം ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, ഒരു 1000 രൂപ നമ്മൾ ക്ലെയിം ചെയ്യാൻ പറ്റാത്തത് ക്ലെയിം ചെയ്തു പോയി. ക്ലെയിം ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ളത് ക്ലെയിം ചെയ്തു പോയി, ഒരു 1000 രൂപ ക്ലെയിം ചെയ്തു പോയി. അപ്പൊ നമ്മൾ ഫയൽ ചെയ്ത് ITC ഒക്കെ ക്ലെയിം ചെയ്ത് ടാക്സ് ഒക്കെ അടച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായി എന്ത്, നമ്മൾ 1000 രൂപ ക്ലെയിം ചെയ്യാൻ പറ്റാത്തത് ചെയ്തു പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അങ്ങനെ ചെയ്തു പോയാൽ, അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ചെയ്താൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ മാസം നമ്മൾ 3B ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ മാസത്തെ ഇൻപുട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ഇവിടെ ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക. നമുക്ക് ITC ക്ലെയിം ചെയ്യാനുള്ളത് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ മാസം ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്തു പോയി. അതെന്ത് ചെയ്യുക, ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്യാം. അതായത് ഇവിടെ 1000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ മുകളിൽ ഈ മാസം 10,000 രൂപ ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം നെറ്റ് അവൈലബിൾ, ഇവിടെ കണ്ടോ, നെറ്റ് ITC അവൈലബിൾ. ഇവിടെ എന്താ പറയുന്നത്, A-B. എ എന്താണ്? ITC അവൈലബിൾ. B എന്താണ്? ITC റിവേഴ്സ്ഡ്. അപ്പോ എയിൽ നിന്നും B മൈനസ് ആയതായിരിക്കും ഇവിടെ വരിക. അതായത് ഇവിടെ 10,000 ഈ മാസം ഉണ്ട്. നമ്മൾ 1000 രൂപ എന്ത് ചെയ്തു, കഴിഞ്ഞ മാസം ചെയ്യാൻ പറ്റാത്തത് ചെയ്തുകൊണ്ട് അവിടെ ഈ മാസം എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. അപ്പൊ 10,000-ൽ നിന്നും 1000 കുറച്ച് ബാക്കി 9,000 രൂപയായിരിക്കും ഇവിടെ വരിക. ക്ലിയർ ആണോ? നെറ്റ് ITC ഈ മാസം നമുക്ക് 9,000 രൂപ ക്ലെയിം കിട്ടത്തുള്ളൂ, 10,000 കിട്ടത്തില്ല. ക്ലിയർ ആണോ? ലോജിക്ക് ഓക്കെ ആണോ? റിവേഴ്സ്ഡ് ലോജിക്ക് എന്താണോ നോക്കിയാണോ? ഹൗ കം IGST, CGST, SGST കം ടുഗദർ? അവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മുടെ സപ്ലയർ GSTR 1-ൽ കാണിക്കില്ല. നമുക്ക് സെയിൽ ചെയ്തത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ IGST ആയിരിക്കും വരിക. അത് നമ്മുടെ സപ്ലയർ അവിടെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ 3Bയിൽ IGSTയിൽ ഓട്ടോമാറ്റിക്കലി വരും. ഇനി സിയും എസും CGST SGST ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. അത് നമ്മൾ ബോധർ ചെയ്യേണ്ട, അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ITC റിവേഴ്സ് ലോജിക്ക് ഓക്കെ ആണോ? ഓക്കെ. IGST ഇൻവാർഡ്, റൈറ്റ്? യെസ്, IGST ഇൻവാർഡ് ആണ്. സോ റിവേഴ്സ്ഡ് ഓക്കെ ആണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാം, ആസ് പെർ റൂൾസ് ITC റിവേഴ്സിനകത്ത് കാണാം, ഒന്നാമത്തത് കാണാം, ആസ് പെർ റൂൾസ് 38, 42 ആൻഡ് 43 അല്ലെ? ഇവിടെ റൂൾസ് കാണാം. പിന്നെ സെക്ഷൻ 17(5) ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് എന്ത്, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു പോയി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് ഈ റൂൾസിൽ പറയുന്നത്? സെക്ഷൻ റൂള് 38 മീൻസ് നമ്മുടെ ബാങ്കിങ് കമ്പനീസ് ഒക്കെ എന്താണ്, ബാങ്കിങ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ എക്സംപ്റ്റഡ് സർവീസ് ആണ്. അവരുടെ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. ഈ നമുക്കറിയാം, എക്സംപ്റ്റഡ് സപ്ലൈ ആണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ITC
സോറി ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോ അവര് എന്തെങ്കിലും കഴിഞ്ഞ മാസം അവര് എന്തെങ്കിലും ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? അതാണ് റൂൾ 38 പറയുന്നത്. 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റീരിയൽ ഗുഡ്സ്, അതായത് നമ്മുടെ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി വിൽക്കുന്ന മെറ്റീരിയൽ ഗുഡ്സ്, ഈ ഗുഡ്സ് എന്ത് ചെയ്ത് നമ്മള് സപ്ലൈ ചെയ്യുന്നത് എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. നമ്മൾ എക്സംപ്റ്റഡ് ആണ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ഗുഡ്സിന്റെ പുറത്ത് നമ്മൾ ITC ക്ലെയിം ചെയ്യാൻ പറ്റൂല. അങ്ങനെ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിവിടെ റിവേഴ്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സർവീസ് എക്സംപ്റ്റഡ് ആണല്ലേ, അവർ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, മെഡിസിൻസ് അവിടെ സപ്ലൈ ചെയ്യാൻ വരുന്ന ഗുഡ്സ് അല്ലേ. അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെഡിസിൻസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ITC ക്ലെയിം ചെയ്തു പോയി, അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്യണം. ക്ലിയർ അല്ലേ? നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എക്സംപ്റ്റഡ് സപ്ലൈസുമായി അനുകൂലിച്ച് വരുന്ന എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് അതിനുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അങ്ങനെ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്യും. ക്ലിയർ അല്ലേ? 43 അതുപോലെ തന്നെയാണ്. 43 പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷോപ്പിൽ എക്സംപ്റ്റഡ് സപ്ലൈ ആണ് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഷോപ്പിൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അസറ്റ് വാങ്ങി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു AC വാങ്ങി. ക്ലിയർ അല്ലേ? AC വാങ്ങി നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ACയുടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത്രയുള്ള കേസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ ഗുഡ്സിന്റെ കേസാണ് 42 പറയുന്നത്, ഇവിടെ ക്യാപിറ്റൽ ഗുഡ്സ്. ക്ലിയർ അല്ലേ? AC ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ ആണോ? പിന്നെ ഇവിടെ കാണാം സെക്ഷൻ 17(5). സെക്ഷൻ 17(5) എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കഡ് ആയി കിടക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിന്റെ പുറത്ത് നമുക്ക് ഒരിക്കലും ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ നമ്മൾ എന്തെങ്കിലും ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, പിന്നെ ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്യണം. ക്ലിയർ ആണോ? പിന്നെ അതിലൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ITC റിവേഴ്സഡിൽ എന്തുണ്ട്, 1, 2 പാർട്ട് ഉണ്ട് അല്ലെ. ഇവിടെ ഒന്നാമത്തതിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കണ്ടോ അതേഴ്സ്, മറ്റെന്തെങ്കിലും ഇതല്ലാത്ത മറ്റെന്തെങ്കിലും കേസാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടോ ഒരു ബ്ലാക്ക് ഐക്കൺ കണ്ടോ, അതിൽ മൗസ് പോയിന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ, വായിച്ചു നോക്കൂ. നോൺ റീക്ലെയിമബിൾ ITC സച്ച് ആസ് ആൻ അക്കൗണ്ട്. എന്താ പറയുന്നത്, ഇത് പിന്നീട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീക്ലെയിമബിൾ അല്ല, റീക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതായത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഓക്കെ ആയി വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊരിക്കലും നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? എന്നാൽ അതേഴ്സിൽ കണ്ടോ, അവിടെ നമുക്ക് വെക്കുമ്പോ കാണാം റീക്ലെയിമബിൾ ITC സച്ച് ആസ് ഓൺ അക്കൗണ്ട് പറഞ്ഞ കണ്ടോ, അവിടെ എന്താ പറയുന്നത്, നമ്മൾ ഇവിടെ കാണിച്ചു പോയതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു റോയിൽ കാണിച്ചു പോയത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പിന്നീട് റീക്ലെയിം ചെയ്യാം. ഓക്കെ ആണോ? ഇവിടെ കാണിച്ചു പോയതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഒരിക്കലും എന്തില്ല, റീക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയേക്കാം, ഇവിടെ കാണിച്ചു പോവുക പറയുമ്പോ എന്തൊക്കെ വരും, ഇതല്ലാത്ത എല്ലാം ഇതിൽ വരും. ഓക്കെ അല്ലേ? നമുക്കിവിടെ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മൗസ് പോയിന്റ് വെക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെ കണ്ടോ, വായിച്ചു നോക്കൂ, റീക്ലെയിമബിൾ ITC ഇങ്ങനെ പോകുന്ന സമയത്ത് റൂൾ 37A കണ്ടോ, സെക്ഷൻ 16(2) അവിടെ ഓരോ സെക്ഷൻസ് റൂൾസ് ഒക്കെ പറയുന്നുണ്ടല്ലേ. അതൊക്കെ എന്താ, അതിലൊക്കെ പറയുന്നത് ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പൊ നമുക്ക് കേസൊക്കെ ഉണ്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് സപ്ലയറിന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ITC ക്ലെയിം ചെയ്യാനൊക്കെ പറ്റും. അതിനൊരു ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 180 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, സപ്ലയറിന്
ക്യാഷ് കൊടുത്തിരിക്കണം, അങ്ങനെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 150 ദിവസത്തിനുള്ളിൽ നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ സപ്ലയറിന് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. നമ്മൾ കടത്തിനാണ് മേടിച്ചെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നാലും ITC ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഒരു അതാണ് പറഞ്ഞത്, 150 ദിവസം ടൈം ലിമിറ്റ് ഉണ്ട്. ഈ 150 ദിവസത്തിനുള്ളിൽ നമ്മൾ സപ്ലയറിന് ക്യാഷ് കൊടുത്തിട്ടില്ല അങ്ങനെ വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ITC ഒക്കെ ക്ലെയിം ചെയ്തു പോയി. 150 ദിവസത്തിനുള്ളിൽ ക്യാഷ് കൊടുത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്യണം. ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്യുക? 150 ദിവസത്തിനുള്ളിലും ക്യാഷ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ആ ക്ലെയിം ചെയ്തത് എത്രയാണോ അത് ഇവിടെ കാണിച്ചു പോവാം. അപ്പോ A പാർട്ടിൽ നിന്ന് B പാർട്ട് മൈനസ് ആയി ബാക്കി എമൗണ്ട് നമുക്ക് ഈ മാസം ക്ലെയിം കിട്ടത്തുള്ളൂ. ക്ലിയർ അല്ലേ? അതാണ് അതിന്റെ ലോജിക്ക് വരുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തത് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീടും റീക്ലെയിം ചെയ്യാം. നമുക്ക് എന്ത് പിന്നീട് നമ്മൾ 180 ഡേയ്സ് കഴിഞ്ഞു നമ്മൾ സപ്ലയറിന് പേയ്മെന്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ITC റിവേഴ്സ് ചെയ്തത് നമുക്ക് പിന്നീട് ഇവിടെ വന്ന് കാണിക്കാൻ പറ്റും, ക്ലെയിം എടുക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. ഇവിടെ കാണിച്ചത് നമുക്ക് പിന്നീട് റീക്ലെയിം ചെയ്യാം. ഇവിടെ കാണിച്ചതാണെങ്കിൽ റീക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ITC റിവേഴ്സ്ഡ് ഓക്കെ ആണോ? പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡ് വീഡിയോ ജസ്റ്റ് ഒന്നുകൂടെ വാച്ച് ചെയ്താൽ ക്ലിയർ ആയിരിക്കും. പിന്നീട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ക്യാഷ് നൽകിയില്ല എങ്കിൽ അതിൽ അല്ലേ, ദിവസത്തിലല്ലേ കാണിക്കേണ്ടത്. നമ്മൾ 150 ദിവസത്തിനുള്ളിൽ സപ്ലയറിന് ക്യാഷ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻപുട്ട് ക്ലെയിം ചെയ്ത എമൗണ്ട് ഇവിടെ വന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ മാസം ക്ലെയിം ചെയ്യാൻ വെച്ച എമൗണ്ടിൽ നിന്ന് ഇത് മൈനസ് ആവും. നമ്മളിത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഐറ്റം ആയിരുന്നു അല്ലേ? നമ്മൾ 150 ദിവസത്തിനുള്ളിൽ ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്ന എമൗണ്ട് റിവേഴ്സ് ചെയ്യും. പിന്നീട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തു? സപ്ലയറിന് ആ ക്യാഷ് കൊടുത്തു. അപ്പൊ നമുക്ക് പിന്നീട് ITC പിന്നീട് റീക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? അത് ഇവിടെ വന്ന് കാണിക്കുക. ക്ലിയർ? അപ്പൊ ഇവിടെ അല്ലേ കാണിക്കേണ്ടത്? ആ റീക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? അത് ഞാൻ പറയും. ഇതിന്റെ ലാസ്റ്റ് ഒരു സംഭവം കൂടെ വരുന്നുണ്ട്, ആ സമയത്ത് ഞാൻ പറഞ്ഞുതരും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ അത് ഓക്കെ ആണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ പോലെ C പാർട്ട് കണ്ടോ? നെറ്റ് ITC അവൈലബിൾ. A പാർട്ടിൽ നിന്നും B പാർട്ട് മൈനസ് ആയി ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും? ആ എമൗണ്ട് വരും. അപ്പൊ ഈ ക്ലയന്റിന് ശ്രദ്ധിച്ചോ? ITC അവൈലബിൾ, ഓൾ അതർ ITC റിവേഴ്സ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ സെയിം എമൗണ്ട് ഇവിടെ തന്നെ വരും. Aയിൽ നിന്നും B മൈനസ് ആയി സെയിം എമൗണ്ട് കണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ? നമുക്ക് D പാർട്ട് നോക്കാം. അതർ ഡീറ്റെയിൽസ്. അതർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു റീക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോ ആരായിരുന്നു ചോദിച്ചത്? ഓക്കെ, കൃഷ്ണ. നമ്മൾ റീക്ലെയിം ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഒന്നാമത്തെ ഉണ്ടോ? ITC റീക്ലെയിംഡ് വിച്ച് വാസ് റിവേഴ്സ്ഡ് അണ്ടർ ടേബിൾ 4B2. ഏതാണ് 4B2 എന്ന് പറയുന്നത്? നാലാമത്തെ ടേബിൾ ആണ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ആക്കിയത്. അതിൽ 4B പാർട്ട് എന്ന് പറയുന്നത് ഇത്, 2 ഇത് കണ്ടോ? നമ്മൾ അതേഴ്സിൽ റിവേഴ്സ് ചെയ്ത സംഭവം പിന്നീട് റീക്ലെയിം ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ? പിന്നീട് അത് റീക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇവിടെയും കാണിച്ചു പോകണം. നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടെ അത് കാണിച്ചു പോകണം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ശരിക്കും വരാം. സിസ്റ്റം കമ്പ്യൂട്ടർ ഇവിടെ കണ്ടോ? മൗസ് പോയിന്റ് വെക്കുന്ന സമയത്ത് യുവർ എമൗണ്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം കമ്പ്യൂട്ടഡ് കാണുന്നുണ്ട്. ഈ സിസ്റ്റം കമ്പ്യൂട്ടഡ് കാണിച്ച എമൗണ്ട് തന്നെ ആയിരിക്കണം ശരിക്കും അവിടെ വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു?
ITC റീക്ലെയിം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ കാണിച്ചു പോകണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ സിസ്റ്റം കമ്പ്യൂട്ടഡിന്റെ കൂടെ നമ്മൾ ITC റീക്ലെയിം ചെയ്യുന്ന എമൗണ്ട് കൂടെ ഇവിടെ കാണിച്ചു പോകും. അപ്പൊ എന്ത് വരും, അത് തമ്മിലൊരു മിസ്മാച്ച് വരില്ലേ ആ എമൗണ്ട് തമ്മിൽ. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ GST ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം റിവേഴ്സ് ചെയ്തത് റീക്ലെയിം ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പോയാൽ മതി, ആ റീക്ലെയിം ചെയ്യുന്ന എമൗണ്ട് ഇവിടെയും കൂടെ കാണിച്ചു പോവാം. അപ്പോൾ GST ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മനസ്സിലാവും, ആ ഓക്കെ ഇവിടെ കൂടിയ എമൗണ്ട് എന്താണ്, ഇവർ ഈ പ്രാവശ്യം റീക്ലെയിം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയും ആ റീക്ലെയിം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും ജസ്റ്റ് കാണിച്ചു പോവാം. ക്ലിയർ ആണോ ഇപ്പൊ? കൃഷ്ണ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? യെസ്. അപ്പോ ഒന്നാമത്തെ റോ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുക, റീക്ലെയിം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിച്ചു പോവുക. രണ്ടാമത്തെ റോ എന്താ നോക്കൂ, ഇൻഎലിജിബിൾ ITC അണ്ടർ സെക്ഷൻ 16(4). ഇതിലെന്താ പറയുന്നത്, ഇതിൽ ടൈം ലിമിറ്റിന്റെ മറ്റൊരു കേസാണ്. നമ്മൾ ITC എന്ത് ചെയ്യണം, ITC ക്ലെയിം ചെയ്യാൻ ഒരു ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്. എന്താണ്, നെക്സ്റ്റ് ഇയറിന്റെ November 30, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ദിവസം. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ് ITC ക്ലെയിം ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ITC ക്ലെയിം കിട്ടത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ITC എന്ത് ചെയ്യും, ലാപ്സ് ആയി പോകും. അങ്ങനെ എന്തെങ്കിലും ലാപ്സ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് നമ്മൾ ഇവിടെ കാണിച്ചു പോവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സൗണ്ട് ഇടക്ക് പോകുന്നുണ്ട്, എല്ലാവർക്കും കട്ടാവുന്നുണ്ടോ? ക്ലിയർ ആണോ സൗണ്ട്? ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ ഓക്കെ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഇൻഎലിജിബിൾ ITC, അതായത് ഓക്കെ November 30 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അതിന്റെ മുന്നായിട്ട് എന്ത് ചെയ്യണം, ITC ക്ലെയിം ചെയ്യണം. അതായത് നമ്മുടെ സപ്ലയർ എന്ത് ചെയ്തു, ഈ ടൈം ലിമിറ്റും കഴിഞ്ഞിട്ടും നമ്മുടെ സെയില് നമ്മൾ പർച്ചേസ് ചെയ്തത് അവരുടെ സെയിലായിട്ട് GSTR1 കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പറഞ്ഞ November 30 ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് സപ്ലയർ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാര്യമല്ല, എന്ത് ചെയ്യും, ഇൻപുട്ട് ലാപ്സ് ആയി പോകും. അങ്ങനെ ലാപ്സ് ആയി പോയി കഴിഞ്ഞാലും നമ്മുടെ സപ്ലയർ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 3Bയിൽ ഓട്ടോമാറ്റിക്കലി ആ ഇൻപുട്ട് ഇവിടെ വരും. നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അതിന്റെ ടൈം പീരീഡ് കഴിഞ്ഞു പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ വരുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവിടെ കാണിച്ചു പോകണം. ആ ലാപ്സ് ആയി പോയ ഇൻപുട്ട് ഇവിടെ കാണിച്ചു പോവാം. ക്ലിയർ ആണോ? അങ്ങനെ കാണിച്ചു പോകുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റിന് എന്ത് മനസ്സിലാവും, ഓക്കെ ഇവരുടെ ഇത് ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയതാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് എടുക്കുന്നില്ല, അവരെടുക്കുന്നില്ല എന്ന് മനസ്സിലാവും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഒന്നാമത്തെ റോയിൽ റീക്ലെയിം ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ റീക്ലെയിം ചെയ്യുന്നത് ഇവിടെ കാണിച്ചു പോവുക. നമ്മുടെ ഇൻപുട്ട് ലാപ്സ് ആയി പോയതുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു പോവുക. ക്ലിയർ? നമ്മൾ നാലാമത്തെ ടേബിള് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടേബിൾ പോവാം. കൃഷ്ണ ഓക്കെ ആണ്, വിനോദ് ഓക്കെ ആണ്. റീസൺ ഓക്കെ ഓക്കെ അല്ലെ? എല്ലാവരും ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടാക്സിന്റെ ടേബിൾ ഇപ്പൊ പറഞ്ഞു. ITC നമുക്ക് ക്ലെയിം ചെയ്യാൻ അർഹതപ്പെട്ടത് എന്ത് വരും, ഈ നാലാമത്തെ ടേബിളിനകത്ത് വരും. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടേബിൾ നോക്കാം.
4 ടാബിൾ നമ്മളിപ്പോ കംപ്ലീറ്റ് ആക്കി. സോ ഓക്കെ, 4ാമത്തെ ടേബിൾ കംപ്ലീറ്റ് ആയി. 5ാമത്തെ ടേബിൾ നോക്കാം. ഇവിടെ കാണാം അല്ലെ, എക്സംപ്റ്റ് നിൽ ആൻഡ് നോൺ ജി എസ് ടി ഇൻവേർഡ് സപ്ലൈസ്. ക്ലിയർ അല്ലേ? എന്താ പറയുന്നത്? എക്സംപ്റ്റ് നിൽ ആൻഡ് നോൺ ജി എസ് ടി ഇൻവേർഡ് സപ്ലൈസ്. എന്താ ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് ആണ് അല്ലെ. നമ്മൾ പർച്ചേസ് കാണിക്കേണ്ടതാണ്. അതായത് എന്തൊക്കെയാ അതിൽ വരുന്നത്? എല്ലാ പർച്ചേസും ഉണ്ടോ? ഇല്ല. എക്സംപ്റ്റ് നില്ല് ആൻഡ് നോൺ ജി എസ് ടി, ഇതൊക്കെ എന്താണെന്ന് അറിയാലോ അല്ലെ. നമ്മൾ ജി എസ് ടി ആർ 1 ഫയൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സംപ്റ്റ് സപ്ലൈ എന്താന്ന്, നിൽ റേറ്റ് എന്താന്ന്, നോൺ ജി എസ് ടി എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ഫ്രം എ സപ്ലയർ അണ്ടർ കോമ്പോസിഷൻ സ്കീം എക്സംപ്റ്റ് ആൻഡ് നിൽ റേറ്റഡ് സപ്ലൈ. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞത് ഇവിടെ കാണിച്ചു പോയാൽ മതി. അതായത് കോമ്പോസിഷൻ സപ്ലയറിന്റെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, എക്സംപ്റ്റ് പർച്ചേസ് ചെയ്തു, എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ, അതുപോലെ തന്നെ നിൽ റേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് മാത്രം നമ്മൾ ഇവിടെ കാണിച്ചു പോയാൽ മതി. കാരണം എന്താ, അതിന് ടാക്സ് ഇല്ല അല്ലെ. നില്ല് എക്സംപ്റ്റിനൊന്നും ടാക്സ് ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ ടോട്ടൽ എമൗണ്ട് മാത്രം ഇവിടെ കാണിച്ചു പോയാൽ മതി. ഇന്റർ ആണോ ഇന്റർ ആണോ ഓക്കെ ആണോ. അതുപോലെ ഇവിടെ നോൺ ജി എസ് ടി സപ്ലൈ, പെട്രോളിയം ഐറ്റംസ്, ഡീസല്, മോട്ടോർ സ്പിരിറ്റ്, ഇതൊക്കെ പർച്ചേസ് ചെയ്തതിന്റെ വാല്യൂ, പർച്ചേസ് വാല്യൂ മാത്രം ഇവിടെ കാണിച്ചു പോവുക. ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ, ഈ ടേബിളിനകത്ത് അത്രേ വരുന്നുള്ളൂ. ഓക്കെ ആണോ? 5ാമത്തെ ടേബിൾ ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. 5ാമത്തെ ടേബിൾ സിമ്പിൾ ആണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, എല്ലാവർക്കും ഓക്കെ ആണ് അല്ലെ. സോ നമുക്ക് ലാസ്റ്റ് ടേബിൾ ആണ് ഇനി നോക്കേണ്ടത്. എന്താണ് ലാസ്റ്റ് ടേബിൾ? പേര് വെച്ച് നോക്കും. എന്താണ് 6ാമത്തെ ടേബിളിൽ പറയുന്നത്? ഓക്കെ, 6ാമത്തെ ടേബിൾ നോക്കാം. 5.1 ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ ഫോർ പ്രീവിയസ് ടാക്സ് പീരീഡ്. ഓക്കെ അല്ലേ? നമുക്ക് ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു പോകാനുള്ള ടേബിൾ ആണ് ഇത്. നമുക്ക് പ്രീവിയസ് പീരീഡിൽ എന്തെങ്കിലും ലേറ്റ് ഫീയോ ഇൻട്രസ്റ്റോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ കാണിച്ചു പോകണം. ഓക്കെ അല്ലേ? ഇവിടെ കണ്ടോ, ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലേറ്റ് ഫീ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ 3B ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ലേറ്റ് ഫീ. ഓക്കെ അല്ലേ? നമ്മൾ ടാക്സ് അടക്കാൻ വൈകിപ്പോയാൽ ഇൻട്രസ്റ്റ് അടക്കണം. ഓക്കെ, സോ നമ്മൾ 3B ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ പെർ ഡേ വെച്ച് ഗവൺമെന്റിലോട്ട് ലേറ്റ് ഫീ അടക്കണം. എത്രയാണ്? 50 റുപ്പീസ്, 50 രൂപ. ഓക്കെ ആണോ? അതുപോലെ നമ്മൾ 3B ലേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ടാക്സ് അടക്കാനും ലേറ്റ് ആവും. 3Bയിലൂടെ ആണല്ലോ നമ്മൾ ടാക്സ് അടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും, ഇൻട്രസ്റ്റ് കൂടെ വരും. 18% ഇൻട്രസ്റ്റ് വരും. അത് നമ്മൾ എത്ര പീരീഡിലോട്ടാണോ ലേറ്റ് ആയത് അത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ അടക്കുക. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് അടക്കുമ്പോൾ ടാക്സ് എമൗണ്ട് എത്രയാണോ നമ്മൾ ലേറ്റ് ആയത്, ഇപ്പൊ 1000 രൂപയാണ് ടാക്സ് അടക്കാനുണ്ടായിരുന്നത്, 1000 രൂപ ഇൻറ്റു 18% ഇൻറ്റു എത്ര ദിവസത്തോട്ടാണോ, ഇപ്പൊ 10 ദിവസമാണെന്നുണ്ടെങ്കിൽ 10 ÷ 365, അങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, കൺഫേം അടിക്കുക. ക്ലിയർ ആണോ? 6ാമത്തെ ടേബിൾ ലേറ്റ് ഫീ ആൻഡ് ഇൻട്രസ്റ്റ് അടക്കാനുള്ള ടേബിളാണ് 6ാമത്തെ ടേബിൾ. 6ാമത്തെ ടേബിൾ ഓക്കെ ആണോ? നമ്മൾ 6 ടേബിൾ പറഞ്ഞു. 6 ടേബിളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ GSTR 3B എങ്ങനെ ഫയൽ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എല്ലാവരും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫയൽ ചെയ്യുന്നത് എങ്ങനെ നോക്കാം.
ഓക്കെ ആണോ? ആറാമത്തെ ടേബിൾ എല്ലാവർക്കും ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഫയൽ ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലേ? സോ നമുക്ക് GSTR3B ഫയൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഡാറ്റ ഇവിടെ കൊടുത്തു പോയി കഴിഞ്ഞാൽ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കാണാം. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ സേവ് GSTR3B. നമ്മൾ ഡാറ്റ ഒക്കെ കൊടുത്തു പോയി. ഇനി എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. സേവിൽ ക്ലിക്ക് ചെയ്യാം. സോ സേവിൽ ക്ലിക്ക് ചെയ്ത് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ കാണാം അല്ലെ, പ്രൊസീഡ് ടു പേയ്മെന്റ്. ഇവിടെ കണ്ടോ, പ്രൊസീഡ് ടു പേയ്മെന്റ്. നമ്മൾ എന്ത് ചെയ്യുക? പ്രൊസീഡ് ടു പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആണോ? പ്രൊസീഡ് ടു പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് കണ്ടോ, അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന ഇങ്ങനെ കാണാം. ഇവിടെ നമുക്ക് കുറെ കോളംസ് ഉണ്ട് അല്ലെ. ഇതില് ഈ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കണ്ടോ അഡീഷണൽ ക്യാഷ് റെക്കോർഡ്. നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 3B ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ക്യാഷ് റെക്കോർഡ് കണ്ടോ, 19ാമത്തെ ടേബിള് അഡീഷണൽ ക്യാഷ് റെക്കോർഡ്. ഇവിടെ കണ്ടോ 0000. അതായത് നമുക്ക് എന്തില്ല, ടാക്സ് ലയബിലിറ്റി ഒന്നും വരുന്നില്ല. അവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ടാക്സ് ഒക്കെ ആയി ഓട്ടോമാറ്റിക്കലി സെറ്റ് ഓഫ് ആയി പോകും. ഇനി നമുക്ക് ബാക്കി എന്തെങ്കിലും ഗവൺമെന്റിലോട്ട് പേ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വരും. ഈ ലാസ്റ്റ് ടേബിൾ 19ാമത്തെ ടേബിളിൽ വരും. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ മെയ്ക്ക് പേയ്മെന്റ് ഓർ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ കണ്ടോ, അത് കൊടുത്തു പോവാ. ഇനി നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ആയതിനു ശേഷം ഔട്ട്പുട്ട് ടാക്സ് ബാക്കി വരുന്നുണ്ട്, ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അമൗണ്ട് കാണിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെ അമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രിയേറ്റ് ചലാൻ കണ്ടു, ഈ ചലാന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചലാൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? മെയ്ക്ക് പേയ്മെന്റ് ഓർ പോസ്റ്റ് ക്രെഡിറ്റ് ലെഡ്ജർ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്കിത് ചെയ്യാൻ പറ്റൂല, ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ക്ലയന്റിന്റെ ചെയ്ത സമയത്ത് ചെയ്തൊരു റെക്കോർഡ് വീഡിയോ ഉണ്ട്, ഞാനത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ അതിലൂടെ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവും. ഓക്കെ, സോ ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. സ്ക്രീൻ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, സ്ക്രീൻ വലുതാവുന്നില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാം? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ സെപ്പറേറ്റ് വിട്ടുതരാം. ഇപ്പൊ ജസ്റ്റ് എല്ലാവരും നോക്കുക. ഇവിടെ കണ്ടോ, നമ്മൾ GSTR3B എന്ത് ചെയ്തു? സേവ് അടിച്ചു പോകുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? ഓക്കെ, GSTR3B സേവ് ചെയ്തു. ശേഷം പ്രൊസീഡ് ടു പേയ്മെന്റോടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്ക്രോൾ ചെയ്ത് വരിക. ലാസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. കണ്ടോ, ഇവിടെ കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നതിൽ ഫുള്ള് 0 ആയിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മെയ്ക്ക് പേയ്മെന്റ് കൊടുത്തു പോകും. ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ എമൗണ്ട് എന്തെങ്കിലും അടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചലാൻ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ?
അപ്പൊ ഇവിടെ കാണാം നമുക്ക് എമൗണ്ട് പേ ചെയ്യാനുണ്ട് 775,775 ടോട്ടല് 1,550 രൂപ പേയ്മെന്റ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചലാൻ ക്ലിക്ക് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ കണ്ടോ 1,550 രൂപ കണ്ടോ ടോട്ടൽ പേയ്മെന്റ് ചെയ്യാൻ വരുന്നുണ്ട്. ശേഷം എന്ത് ചെയ്യുക ഇവിടെ കണ്ടോ ഇ പേയ്മെന്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ജനറേറ്റ് ചലാൻ കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ കണ്ടോ ചലാൻ സക്സസ്ഫുള്ളി ജനറേറ്റഡ്. ഓക്കെ അല്ലേ? ഇവിടെ കാണാം 1,550 രൂപ. ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ 4 ഓപ്ഷൻ കാണാം. നമ്മൾ ഏത് വഴിയാണോ പേയ്മെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക അതിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ബാങ്ക് ഏതാണോ നെറ്റ് ബാങ്കിങ് എടുത്തിട്ടുള്ള ബാങ്ക് ഏതാണോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് പോവുക. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ICICI ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട് സെലക്ട് ചെയ്ത് പോകുന്നുണ്ട്. കാണാം അവിടെ ICICI ടിക്ക് ചെയ്തു. ശേഷം ഇവിടെ കണ്ടോ ഒരു സംഭവം ടിക്ക് ചെയ്യാനുണ്ട്, അഗ്രി കൊടുക്കാനെന്നുണ്ട്. അത് അഗ്രി കൊടുത്തു പോവുക. ശേഷം എന്ത് ചെയ്യുക മെയ്ക്ക് പേയ്മെന്റ് അവിടെ മെയ്ക്ക് പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്ക്രീന് ലോഡായി ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാം. ശേഷം എന്ത് ചെയ്യാം ഇവിടെ വന്ന് 3 ഓപ്ഷൻ കാണുന്നുണ്ടല്ലേ ഇതില് സൺഡറിലെ പേ ആസ് റീറ്റെയിൽ യൂസർ ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആണോ? അതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബാങ്കിന്റെ യൂസർ ID നെറ്റ് ബാങ്കിങ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ യൂസർ ID പാസ്വേഡ് എടുക്കാനുള്ള ഓപ്ഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യാം നമ്മുടെ നെറ്റ് ബാങ്കിങ് ID ആൻഡ് പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? അവിടെ യൂസർ ID നമ്മുടെ നെറ്റ് ബാങ്കിന്റെ യൂസർ ID ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യുക യൂസർ ID ടൈപ്പ് ചെയ്യുക, അതിന്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? യൂസർ ID പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതാ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയില്ലേ? ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ പേര് ബാങ്കിന്റെ പേര് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? അവിടെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം സ്ക്രോൾ ചെയ്ത് വരിക, താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. ഓക്കെ, നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ സെയിം വിൻഡോ വീണ്ടും വരും. നമ്മൾ എന്ത് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും അത് കണ്ടിന്യൂ ചെയ്ത് കൊടുത്ത സമയത്ത് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിന്റെ ആ ലിങ്ക് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോകും. അതെന്ത് ചെയ്യുക ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? നെറ്റ് ബാങ്കിങ് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് OTP പോയി, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു, നമ്മുടെ ബാങ്ക് ID നിന്നും പേയ്മെന്റ് പോയിട്ടുണ്ട് അല്ലേ? പേയ്മെന്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നമ്മൾ എന്ത് ചെയ്യാം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര നമുക്ക് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്നത് വരുന്നതുള്ളൂ. ഇവിടെ കാണാല്ലേ പ്ലീസ് ക്ലിക്ക് ഹിയർ ഫോർ റിട്ടേൺ ടു ഗവൺമെന്റ് സൈറ്റ്. നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ക്ലിക്ക് ചെയ്താൽ എന്താവും നമ്മുടെ GST സൈറ്റിലോട്ട് ബാക്ക് ആയി പോകും. അവിടെ കാണാല്ലേ ഇവിടെ പേയ്മെന്റ് സ്റ്റാറ്റസ് ഉണ്ടോ സക്സസ്ഫുൾ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി അവിടെ ഇതിങ്ങനെ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിലോട്ട് ബാക്ക് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ കാണാം യുവർ പേയ്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ക്ലിയർ അല്ലേ? നമ്മൾ അടച്ച 1,550 രൂപ ഇവിടെ കാണാം. ഓക്കെ അല്ലേ? ഇത്ര വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് കാണാം ലിങ്ക് പോലെ ഇവിടെ കണ്ടോ വ്യൂ റിസീപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തതിന്റെ റിസീപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇത്ര GSTR 3B പേയ്മെന്റ് ചലാൻ ക്രിയേറ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ആ, ഇവിടെ
നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞ 19ാമത്തെ ടേബിൾ അങ്ങോട്ട് വന്നപ്പോ നമുക്ക് കണ്ടോ ഇവിടെ സീറോ ആയത് കണ്ടോ? ആ 75 രൂപ എല്ലാം സീറോ ആയി പോയി. ഇനി നമുക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും വരുന്നില്ല. ഓക്കെ അല്ലേ? ഇവിടെ കാണാം നമ്മൾ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്ത് അടച്ച എമൗണ്ട് ഇങ്ങോട്ട് മാറും. ഓക്കെ അല്ലേ? ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എമൗണ്ട് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റ് ചലാൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ സീറോ ആയില്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ സീറോ ആയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ മേക്ക് പേയ്മെന്റ് ഓർ പ്രൊസീജിയർ കൊടുക്കുക. അവിടെ കൊടുക്കുക, അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ക്ലിയർ? യെസ് കൊടുക്കുക. അവിടെ സീറോ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ അല്ലേ? കണ്ടോ ഇവിടെ ഓഫ്സെറ്റ് സക്സസ്ഫുൾ, നമ്മുടെ സെറ്റ് ഓഫും കാര്യങ്ങളൊക്കെ അവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ നമുക്കിനി എന്ത് ചെയ്യാം? GSTR 3B പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? GSTR 3B ഫയൽ ചെയ്യാം. ഇപ്പോൾ പേയ്മെന്റ് പ്രൊസീജിയർ ആണ് കഴിഞ്ഞത്. ഇനി GSTR 3B ഫയൽ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടോ പ്രൊസീഡ് ടു ഫയൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ടു ഫയൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ കണ്ടോ പേര് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പോലെ എന്ത് ചെയ്താൽ മതി? ഫയൽ GSTR 3B വിത്ത് EVC. ക്ലിയർ അല്ലേ? EVC കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ട് OTP സെൻഡ് ആവും. അതെന്ത് ചെയ്യുക? ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ GSTR 3B ഫയൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ആവും. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. GSTR 3B ക്രിയേറ്റ് ചലാൻ ക്രിയേറ്റ് ചെയ്ത് ഫയൽ ചെയ്യുന്ന ഇതാണ് നമ്മളിപ്പോ കണ്ടത്. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഞാൻ എന്ത് ചെയ്യാം? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് വീഡിയോ ആൻഡ് നമ്മൾ ഈ 3B ക്രിയേറ്റ് ചെയ്യുന്നത്, ചലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ സെപ്പറേറ്റ് ഉണ്ട്. ഇതും ഞാൻ എന്ത് ചെയ്യാം? അയച്ചു തരാം. ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും ക്ലിയർ ആണോ? GSTR 3B എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഞാൻ എന്ത് ചെയ്യാം? റെക്കോർഡ് വീഡിയോ അയക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ഇനി നമുക്ക് പഠിക്കേണ്ടത് GSTR 9 ആണ്. അടുത്ത ക്ലാസ്സിൽ GSTR 9 നമുക്ക് കാണാം. സോ എല്ലാവർക്കും ഓക്കെ ആണല്ലേ? ഓക്കെ, ഞാൻ റെക്കോർഡ് വീഡിയോ അയക്കാം. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്.